യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോടൊന്നൊരു കാര്യം ചോദിച്ചു. സാധാരണഗതിയിൽ ഇവരല്ല ചോദിക്കുന്നത്, ഫരിസേയരും നിയമജ്ഞരൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇന്ന് ക്യാരക്ടേഴ്സ് മാറി, അവരാണ് ചോദിക്കുന്നത്. ചോദിക്കാനുള്ള റീസൺ ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇത്രയും നാൾ യേശുവിന് നടന്നപ്പോൾ അവരൊരു പാറ്റേൺ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ചോദ്യം ഇതാണ്: നീ എന്തിനാ ഉപമകൾ വഴി സംസാരിക്കുന്നത്? നീ എന്തിനാ കഥകൾ പറയുന്നത്? കാരണം നിനക്ക് മുമ്പ് വന്നവരൊന്നും ഇങ്ങനെയല്ല. ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരെ കേട്ടിട്ടുണ്ട്, ഒത്തിരി പേരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെയല്ല. പഴയ നിയമത്തിൽ എടുത്ത് നോക്കിയേ, പ്രവാചകന്മാരൊക്കെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ പലതും മനസ്സിലാകില്ല, മനസ്സിലായാലും അത് തിരിയില്ല. കാര്യം അത്രയും കടുകെട്ടിയ ചിന്തകളും ദൈവശാസ്ത്രവും സ്വർഗത്തിൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ നിന്നിട്ട് നീ വന്നിട്ട് എല്ലാം കഥകൾ പറയുന്നത് എന്തിനാ? ഇതിന് യേശു പറയുന്ന ഉത്തരത്തിനിടയിൽ യേശു ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും ചിന്തിച്ചത്? എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ ചിന്തയെ ധ്യാനിക്കേണ്ടതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. പല കാര്യങ്ങളും കഥകൾ കൊണ്ട് മാത്രം മെനഞ്ഞെടുത്ത സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മനസ്സിലെ രഹസ്യം എന്തായിരിക്കും? കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുനാളിൽ അമ്മ മടിയിലിരുത്തി ചില കഥകൾ പറഞ്ഞു തന്നിട്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് ഇപ്പോഴും നമ്മളത് ഓർത്തു വച്ചിരിക്കുന്നത്. ഓർക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞത്, ആ സമയത്ത് ഒരമ്മ തൻ്റെ കുഞ്ഞിനോട് കാട്ടിയ സ്നേഹമാണ്. എന്നിട്ടും എത്രയോ പുസ്തകങ്ങൾ വായിച്ചിട്ടും എത്രയോ അറിവ് നേടിയിട്ടും എത്രയോ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടും ആ കഥകൾ മാത്രം എന്തുകൊണ്ടാണ് മായാതെ കിടക്കുന്നത്? ഒരു നഴ്സറി ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ച ടീച്ചർ ചില കഥകൾ നമ്മളോട് പറഞ്ഞത് ഇപ്പോഴും മായാതെ കിടക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ തന്നെയാണ് കഥകൾക്ക് ജീവൻ വെളുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തുവിൻ്റെ കഥകളുടെ പ്രത്യേകത അതായിരുന്നു. ക്രിസ്തുവിൻ്റെ കഥകളിലൊക്കെ ചില മനുഷ്യർ ജീവിക്കുന്നുണ്ടായിരുന്നു. ആ ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കാട്ടിക്കൊടുക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി കഥകൾ പറഞ്ഞു തുടങ്ങണം. കഥകൾക്കിടയിൽ നമ്മളൊക്കെ ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ജീവിപ്പിക്കണം. ചില വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ വലിയ വലിയ തിയോളജിയുടെയോ വലിയ വലിയ തിയറീസിൻ്റെയോ ആവശ്യമൊന്നും വേണ്ട. ചില കഥകൾ മതിയെന്ന് തോന്നുന്നു. മനുഷ്യർക്കെന്നും മായാതെ ജീവിക്കാനുള്ള പ്രേരണ ചില കഥകൾക്ക് നൽകാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.